BJP ഉള്ള UP ഇത് പറയാൻ കഴിയില്ല. ചന്ദനക്കുറി തൊടുന്നവനും ചരട് കെട്ടുന്നവനും വരെ സംഘിയായി മാറുന്ന വർഗീയവാദിയായി മാറുന്ന കാലത്ത്, അങ്ങനെ ആരോപിക്കുന്ന കാലത്ത് അത്തരം ഒരു ബോധ്യം കമ്മികളും മറ്റും സാധാരണ മുസ്ലിം വിശ്വാസികളുടെ ഉള്ളിൽ പോലും നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് കരുതലെടുക്കേണ്ടതുണ്ട്. ഹിന്ദു നാമധാരികൾ എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഞാൻ പങ്കുവെച്ചതിൽ എവിടെയാണ് ആരിഫ് വിരുദ്ധതയുള്ളത്? അതിലെവിടെയാണ് സംഘി വിരുദ്ധതയുള്ളത്? അതിലെവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്, വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നിങ്ങളുള്ളതുകൊണ്ടാടാ നീയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഏത്യസമൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന പണ്ട് സഖാക്കന്മാർ പറഞ്ഞു. അത് സത്യമാണോ? ഒരു പരിധി വരെ സത്യമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആണോ? കാരണം BJP ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് BJP-ക്കാർ പറയാറ്. അത് നുണയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP ഉള്ള UP ഇത് പറയാൻ കഴിയില്ല. BJP ഉള്ള മറ്റേ ഇതുപോലെ ഈ ഹിന്ദുത്വ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ എക്സ് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. എക്സ് മുസ്ലിം ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പോലും കേരളത്തിൽ വന്നും മറ്റു സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്നൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 2-3 ആളുകൾ കേരളത്തിൽ ഒളിച്ചിരുന്നാണ് അവരുടെ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വന്നതെല്ലാം തന്നെ BJP ഉള്ള സ്ഥലത്തു നിന്നാണ്. ഇനി BJP ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ പലരും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയില്ല. നുപൂർ ശർമ്മ വിഷയം BJP-ക്കാർക്ക് പോലും രക്ഷയില്ല. പിന്നെയാണല്ലോ ബാക്കി. സ്വന്തം കൈയുടെയോ കാലിന്റെയോ നഖമൊന്ന് വെട്ടി അല്പം രക്തം കണ്ടാൽ തലചുറ്റുന്ന ഹിന്ദുക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരപ്പെടുക എന്നുള്ളതല്ലാതെ അവർക്ക് വേട്ടക്കാരാവാനോ പ്രതിരോധിക്കാനോ ഒന്നും കഴിയില്ല. ഇങ്ങനെ സമൂഹത്തെ തമ്മിലടിപ്പിച്ച് ഇത്രത്തോളം പക വർദ്ധിപ്പിച്ച് ഇത്രയും ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ, ജനസാന്ദ്രതയുള്ള ഒരു നാട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള വെറുപ്പ് കുത്തിവെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപകടം ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത് ഹിന്ദു നാമധാരികളാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് പോകരുത്. കാരണം ചില ആളുകൾ ഇറച്ചി വെട്ടി ജീവിക്കുന്നവരുണ്ട്. അതായത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. ഞാൻ പറയുന്നത് നഖം വെട്ടി സ്വന്തം ചോരയൊന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ തലചുറ്റി വീഴുന്ന ആളുകളും, അതുപോലെ തന്നെ കോഴികളെയും ആടുകളെയും മാടുകളെയും ഒക്കെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് ചോരപ്പേടി മാറിയ ഒരാളും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഭീകരത കൂടുതൽ ആർക്കാണുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കഴിവതും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, വലിയ ചിന്താശേഷിയില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാക്കി പകയുണ്ടാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്ക് പോകുന്നു? ആരിഫ് ഹുസൈനൊന്നും പോവില്ല. പോങ്ങുമോടനും ചിലപ്പോൾ ഒന്നും പോയേക്കില്ലായിരിക്കാം. പക്ഷേ സാധാരണ മനുഷ്യർ, പാവപ്പെട്ട ഹിന്ദു നാമധാരികൾ, വലിയ ഉറപ്പില്ലാത്ത കുടിലിൽ കിടക്കുന്ന ഹിന്ദുക്കളും അതേ സാഹചര്യത്തിലുള്ള സാമ്പത്തിക സാഹചര്യത്തിലുള്ള മുസൽമാന്മാരും ഒക്കെയാണ് വാസ്തവത്തിൽ ജീവനഷ്ടവും കുടുംബത്തിന് ദുരിതങ്ങളും ഉണ്ടാവുന്നത്. അത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? വെറുതെ ഇരുന്നുകൊണ്ട് വെറുപ്പ് പരത്താൻ എളുപ്പമാണ്. ഞാനതാണ് പറഞ്ഞത്, പരിഹാരമുണ്ടിതിന്. അതാണ് ആയുർവേദത്തിൻ്റെ വഴി. കാര്യത്തിനല്ല, കാരണത്തിന് ചികിത്സ വേണമെന്ന് പറഞ്ഞത്. മനസ്സിലാക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ നജിമുദ്ദീൻ കുറ്റിക്കാട്ടിൽ എന്നൊക്കെ പറയുന്ന വ്യക്തി പറഞ്ഞു, പോങ്ങനെ പോലുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കരുത്, അതിനുള്ള എനിക്ക് യോഗ്യതയില്ല എന്നോ. ഞാനൊന്ന് വായിക്കാം, അതിനുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തു. ഞാനിത് വൈരാഗ്യ ബുദ്ധിയോടെയോ വിമർശനം താങ്ങാൻ വയ്യാത്തത് കൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. ഇതാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ താങ്കൾ ഇടപെട്ട് സംസാരിക്കാതിരിക്കുന്നതാവും നല്ലത്. താങ്കൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. 2 പേർ ലൈക്കും കൊടുത്തിട്ടുണ്ട് അതിന്. ഞാൻ ഈ നജുമുദ്ദീനോട് പറയുന്നത്, നജുമുദ്ദീന് പോങ്ങുമൂടൻ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് കേട്ട നജുമുദ്ദീൻ്റെ സൈദ്ധാന്തിക സാമർഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല പറഞ്ഞ എൻ്റെ സൈദ്ധാന്തിക ശേഷി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ സൈദ്ധാന്തിക അന്തരമാണ്, അതിലുള്ള ഒരു സന്തുലനാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലാവാതെ പോയത്. എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. ഞാൻ പച്ചമലയാളത്തിലാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ നേരത്തെ പറയാറുള്ളത് പോലെ പോങ്സ്കൃതത്തിലല്ല, ഇതും പോങ്സ്കൃതത്തിലല്ല. അത് നജിമുദ്ദീൻ കുറ്റിക്കാട്ടിലിനെ പോലുള്ള ആളുകൾക്ക് കൂടി മനസ്സിലാവണമെന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടാണ് ഹരിത കേരളീയരായിട്ടുള്ള മനുഷ്യർക്ക് മുന്നിൽ പച്ചമലയാളത്തിൽ പോങ്ങൻ സംസാരിക്കുന്നത്. അതും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിശക് എൻ്റെതല്ല.
അപ്പം ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ, വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് വേട്ടപ്പട്ടികളെ പോലെ മനുഷ്യരെ ചിതറിപ്പിച്ചും ഒരുമിപ്പിച്ചും നിർത്തിക്കൊണ്ട് പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടരുടെ കൂട്ടത്തിലേക്ക് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ വരരുത്. കാരണം അദ്ദേഹം ഏതെങ്കിലും നിലയിലൊരു നവോത്ഥാന, അതായത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇസ്ലാമിൽ വലിയ നിലയിലുള്ള നവോത്ഥാനം വരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ശ്രീ ആരിഫ് ഹുസൈൻ എന്ന്. ഒരു ഹിന്ദുവാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വന്തമായി നവോത്ഥിതനാവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക സാഹചര്യത്തിലാണ് ശ്രീ ആരിഫ് ഹുസൈൻ നിലവിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മതത്തിന്, ഇസ്ലാം മതത്തിന് അനുകൂലമാകുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസിക സാഹചര്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകിൽ ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് വേണമായിരുന്നു പടപൊരുതാൻ. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന യുക്തിവാദത്തിന്റെ ലൈനിലേക്ക് ആ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ, അതും അപകടം കുറയ്ക്കുന്ന പിന്നെയാണല്ലോ. കാരണം ഈ പറയുന്ന തീവ്രത കുറച്ചുകൊണ്ട് എൻ്റെ മതത്തിൽപ്പെട്ടവർക്ക് മനുഷ്യവിരുദ്ധമായിട്ടുള്ള മനോഭാവം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരിഫ് ഹുസൈൻ അവരെ യുക്തിവാദത്തിൻ്റെ പാതയിലേക്ക്, മതരഹിതമായ ദൈവശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അതിനാണ് പരിശ്രമിക്കേണ്ടത്. പകരം ഇസ്ലാമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇസ്ലാമിനെ നോക്കി കുരയ്ക്കുക, ഇസ്ലാമിനെ പരിഹസിക്കുക, ഇസ്ലാമിൻ്റെ തെറ്റുകുറ്റങ്ങൾ പഠിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ആരിഫ് ഹുസൈനോട് ഒരു എതിരഭിപ്രായം ആ സമൂഹത്തിൽ ഇസ്ലാം മതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ സംഖ്യകൾ കൂടി ചേർന്ന് കഴിഞ്ഞാലുള്ള വൃത്തികേടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനിത് പറയാൻ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. സി കെ വിനീതൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് പൊള്ളിയപ്പോൾ അതേപോലെ തന്നെ എത്രത്തോളം പൊള്ളൽ ഈ ആരിഫ് ഹുസൈനിലൂടെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കുണ്ടാവുന്നുണ്ട്? ഞാനതാ ചോദിക്കുന്നത്. സി കെ വിനീത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. കുംഭമേള നടത്തിക്കഴിഞ്ഞാൽ ജലമലിനീകരണം സംഭവിക്കുമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശങ്ക ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തന്നെ അത് അഭിപ്രായ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഉടനെ ഹിന്ദുക്കൾ അതിനെതിരെ നിന്നില്ലേ? അങ്ങനെയുള്ള ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് ആരിഫ് ഹുസൈൻ്റെ കമന്റ് ബോക്സിൽ ചെല്ലാനുള്ള യോഗ്യത ഉണ്ടാവുക? ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് സി കെ വിനീത് ചെയ്യുന്ന അതേ കാര്യമല്ലേ? ഹിന്ദുക്കൾക്ക് എത്രത്തോളം പൊള്ളിയോ അതേപോലെ തന്നെയല്ലേ ഇസ്ലാം മതസ്ഥർക്ക് പൊള്ളുക? ഇങ്ങനെയാണോ ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്? ഇങ്ങനെയാണോ ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്? ഞാൻ പോങ്സ്കൃതത്തിലിരുന്ന് പറഞ്ഞ പല കാര്യങ്ങളും വെറുപ്പൊന്നുമല്ല, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഹരിത കേരളീയരുടെ മുന്നിൽ പച്ചമലയാളത്തിൽ പോകാൻ പറയുന്നത്. ഇതല്ല ഇതിൻ്റെ വഴി. സംവിധാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത്. സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടുന്ന, കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉള്ള നിയമത്തെ പരിഷ്കരിച്ച് നിലവിലുള്ള നിയമങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കിക്കൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കും ഒരുപോലെ മതത്തിനതീതമായ നിലയിൽ ഒരുപോലെ ഭാരതീയ പൗരനായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട ശ്രമങ്ങളാണ് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി BJPയുടെ കൂടെ നിൽക്കുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ അവരുടെ നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണ്, നിയമത്തിലൂടെ. അതല്ലാതെ വെറുതെ ഇരുന്നു കൊണ്ട് ആരിഫ് ഹുസൈൻ പരിഹസിക്കുന്നത് കേട്ടുകൊണ്ട് പേപ്പട്ടി മതം എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് കുരച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, അങ്ങനെ കേരളത്തിൻ്റെ നവോത്ഥാനം ഉയർത്തണം, പുരോഗമന ബുദ്ധി പുറത്തു കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടി DYFIക്കാരും CPMകാരും കൊണ്ടുവന്ന് നിർത്തിയിരുന്ന പെണ്ണുങ്ങളെ കാണണം. വനിതാ മതിൽ കെട്ടിയപ്പോൾ മതവസ്ത്രത്തിൽ എത്രയോ പെണ്ണുങ്ങളാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നവോത്ഥാനം സംഭവിപ്പിക്കണം, ഹിന്ദുക്കളിൽ കൂടുതൽ പുരോഗമന ബുദ്ധി പകരണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയത് മതവസ്ത്രത്തിലുള്ള പെണ്ണുങ്ങളാണ്. DYFIക്കോ CPMനോ അവർക്ക് വിവരമുണ്ട് എന്ന് പറയുന്നില്ല. ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളോട്, യുവതികളോട്, സ്ത്രീകളോട് പറയില്ലേ, നിങ്ങൾ ഈ വേഷത്തിൽ വരുന്നത് ശരിയല്ല കേട്ടോ, അത് ഒരു പ്രകോപനമുണ്ടാക്കും എന്ന് മാത്രമല്ല അത് ഹിന്ദുക്കൾക്ക് വേദനയുണ്ടാക്കും, മനപ്രയാസം ഉണ്ടാക്കും, ചെയ്യരുത് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടേ? അത് പറഞ്ഞു കൊടുത്തോ? അത് കൊടുപ്പിക്കാനുള്ള കഴിവ് CPMനില്ല. അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനോഭാവം ആ സ്ത്രീകളുടെ വീട്ടിലിരിക്കുന്ന മതപുരുഷന്മാർക്കില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കുമ്പോൾ ഹിന്ദു വേണ്ടേ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? ഇത് തെറ്റാണ്, ഇത് തെറ്റ് തന്നെയാണ്. അങ്ങനെയല്ല ചെയ്യണ്ടേ. അവരുടെ വികാരങ്ങളെ കൂടി നമ്മൾ മാനിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നിജാമുദ്ദീൻ പറയുന്നത് പോലെ, മറ്റ് ഹിന്ദു നാമധാരികൾ പറയുന്ന പോലെ പോങ്ങൻ അറിയാത്തതൊന്നുമല്ല. പോങ്ങന് പലതും അറിയാം. പോങ്ങൻ ഇവിടെ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, 6 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെയെങ്കിൽ പോലും. ഞാൻ ഈ നവമാധ്യമ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവുന്നതിന് മുമ്പ് വെബ് ഡിസൈനിങ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ.
2001-2002 കാലം മുതൽ തന്നെ asianetglobal.com പോലും ഞാൻ പോയിട്ട് അവിടെ ചെറിയ ചെറിയ അനിമേഷൻസും അവരുടെ വെബ്സൈറ്റും ഒക്കെ ചെയ്ത് ജീവിതം തുടങ്ങിയ ഒരാളാണ്. അന്ന് ഫേസ്ബുക്ക് ഉണ്ടായിട്ടില്ല, അന്ന് ഓർക്കുട്ട് ഉണ്ടായിട്ടില്ല, അന്ന് ഏറ്റവും ഒടുവിൽ യൂട്യൂബ് വന്നിട്ടില്ല. യൂട്യൂബൊക്കെ 2005 വരുന്നത്, ഫേസ്ബുക്ക് 2004 2004 ഫെബ്രുവരിയിൽ, ഓർക്കുട്ട് 2004 ജാനുവരിയിൽ. അതിനു മുന്നേ ഈ പറയുന്ന ഓൺലൈൻ ജീവിതം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, നല്ല ഓർമ്മയുമുണ്ട്. ബാക്കിയൊക്കെ വിശേഷങ്ങൾ പതിയെ പറയാം. അതുകൊണ്ട് കാര്യങ്ങളായിട്ട് പറയണം. അപകടമുണ്ടായാൽ, ഉപദ്രവമുണ്ടായാൽ, തമ്മിലടി ഉണ്ടായിക്കഴിഞ്ഞാൽ പാവപ്പെട്ട സാധാരണ മനുഷ്യർക്കാണ് നഷ്ടം സംഭവിക്കുക. അതുണ്ടാവരുത്. അതുകൊണ്ട് സംഘം ചേർന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കും. എന്നെ കേൾക്കാതെ കൊഴിഞ്ഞു പോകുന്നവരും എന്നെ തെറി പറയുന്നവന്മാരെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എല്ലാ തരത്തിലും സംസാരിക്കാൻ അറിയാം. എനിക്ക് പോങ്സ്കൃതത്തിലും പറയാനറിയാം, ഹരിത മലയാളത്തിലും പറയാനറിയാം, പച്ച മലയാളത്തിലും പറയാനറിയാം. അതുകൊണ്ട് കേൾക്കാൻ സന്മനസ്സുള്ളവർ കേൾക്കുക. ഞാൻ വലിപ്പം പറയല്ല, ഞാൻ ബുദ്ധി പങ്കിടുകയൊന്നുമല്ല. എനിക്കൊരുപാട് സമയമുണ്ട് സമൂഹത്തിലേക്ക് നോക്കിയിരിക്കാൻ. നിങ്ങളൊന്നും അങ്ങനല്ല. നിങ്ങളൊക്കെ തിരക്കുള്ള ജീവിതമുള്ള മനുഷ്യരാണ്. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, വലിയ ജീവിതമുണ്ട്. എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സമൂഹത്തിലേക്ക് നോക്കിയിരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കേമത്വം പറയാനല്ല വരുന്നത്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, അല്ലേ? ഞാനൊരു ഇടത്തിലിരുന്ന് സംസാരിക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇടക്കാലത്തൊക്കെ ഞാൻ പറയുമായിരുന്നു എൻ്റെ കാഴ്ചകൾ കുറഞ്ഞു പോകുന്നു, അയ്യോ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ, മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ചില വൈകാരിക വ്യതിയാനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾക്കകത്ത് സന്തോഷത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പറ്റിപ്പോകുന്നതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു കോപ്പവുമില്ല. വളരെ സന്തോഷം. ഞാൻ ഇനിയും പറയും, സ്നേഹം, സന്തോഷം. ഓഗസ്റ്റ് 16 വരെയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ വർത്തമാനം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എൻ്റെ താളമൊക്കെ കണ്ടെത്തും. താളം പോയതല്ല കേട്ടോ, ഞാൻ ഈ താളം ബോധപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ് കുറച്ച് ആളുകളെ കൊഴിച്ചു വിടാൻ വേണ്ടിയിട്ട്. വളരെ സന്തോഷം, സ്നേഹം, സന്തോഷം, സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ടാറ്റ. ഇനിയുണ്ട് കുറച്ചുകൂടി പറയാൻ, പക്ഷെ സമയം ഒരുപാടായി. സ്നേഹം. Let's go. Never talk too much, I keep on giving. Gotta move racks to keep on living. Can feel when the lion fibbing. Straight in your eyes and cold as ice. How many chances, yeah, are you giving?